ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ ടേസ്റ്റിയായും വളരെ സോഫ്റ്റായിട്ടും ഇടിയപ്പം തയ്യാറാക്കുന്നതിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിൻ്റെ ശരിയായ പരുവമാവുമ്പോൾ ഇതിൽ നിന്നും ഒരു നല്ലൊരു മണം വരും. ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. ഇതിങ്ങനെ കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. വറുത്തെടുക്കുമ്പോൾ ആ മണം വന്ന ഉടനെ ഫ്ലെയിം ഓഫാക്കി പൊടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി 1 ടീസ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും എണ്ണയും മാവിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം തിളച്ച വെള്ളത്തിലാണ് ഈ പൊടി നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഏകദേശം 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു 1.25 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വരും. പക്ഷേ പല ബ്രാൻഡിലുള്ള ഗോതമ്പ് പൊടിക്ക് വിവിധ അളവുകളായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് വെള്ളം അല്പാൽപമായിട്ട് മാത്രം ഒഴിച്ചു കൊടുത്ത് നിങ്ങളിത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. സ്പാറ്റുല ഉപയോഗിച്ചിട്ട് വെള്ളം പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ മിക്സായിട്ട് ചേർക്കുക. അത് കഴിഞ്ഞ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ച് ഇതുപോലെ സ്മൂത്തായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ ഇടിയപ്പത്തിന് സോഫ്റ്റ്നെസ് ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് കൈവച്ച് ഇതുപോലെ തന്നെ ഒരു 3-4 മിനിറ്റ് നേരം നമുക്ക് മാവ് കുഴച്ച് എടുക്കണം. മാവ് വളരെ സോഫ്റ്റായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ ശരിയായ പരുവം. ഇതുപോലെ ആകുമ്പോൾ നമുക്ക് കയ്യിൽ അല്പം എണ്ണ തൂവിയ ശേഷം ആ മാവിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാവ് സേവനാഴിയിൽ ഇടിയപ്പത്തിൻ്റെ ചില്ലിട്ട ശേഷം ഇതുപോലെ വാഴയിലയിൽ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇഡലിത്തട്ടിലും നമുക്ക് ഇടിയപ്പം ഇതുപോലെ തയ്യാറാക്കിയെടുക്കുന്ന വിദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് കിട്ടുന്നതാണ്. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ, കൂടാതെ എൻ്റെ റെസിപ്പികളും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ എല്ലാ ഇടിയപ്പവും നമുക്ക് സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി എടുക്കാം. വളരെ സോഫ്റ്റാണ്, അതേസമയം വളരെ ടേസ്റ്റിയുമാണ്. ഇനി നമുക്കതിനൊരു മുട്ട പുഴുങ്ങിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്ത ശേഷം അതിലേക്ക് 1 തക്കാളി കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. തക്കാളിയും ഉള്ളിയും ഒന്ന് വെന്ത് വരുവാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഉപ്പ് ചേർത്തി മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മൾ മുട്ട പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടാവണം. ഇനി ആ കോഴിമുട്ട നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഗ്രേവിക്കായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഗ്രേവിയിലേക്ക് ആ കോഴിമുട്ട നമുക്ക് നല്ലപോലെ വെച്ച് ഇനി അല്പനേരം കൂടെ ആ ഗ്രേവി ഒന്ന് തിക്കാവുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കറി തയ്യാറായിട്ടുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും തൂവിയാൽ മാത്രം മതി. ഇടിയപ്പത്തിനുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിയപ്പമാണ് ഗോതമ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. എൻ്റെ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയും വീണ്ടും ഞാൻ നല്ല റെസിപ്പികളുമായിട്ട് നിങ്ങളെ
വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.